രാഷ്ട്രീയ കുടുംബങ്ങളിൽ പിറക്കുന്ന മക്കൾ പലപ്പോഴും പഴയകാലത്തെ രാജകുമാരന്മാരാണ്. അത്തരം രാഷ്ട്രീയ കുടുംബങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ ധാരാളമുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത്തരം കുടുംബത്തിൽ പിറന്ന ഒരു പൊന്നുമകൻ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തതിൻ്റെ കഥകളാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇയാൾ മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൗഡയുടെ കൊച്ചുമകനാണ്. എച്ച്.ഡി. ദേവഗൗഡയുടെ മകൻ രേവണ്ണയുടെ മകനാണ് ഈ യുവാവ്. 34 വയസ്സാണ്. MP ആണ്. ഇപ്പോൾ ഹാസൻ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. JDSൻ്റെ സ്ഥാനാർത്ഥിയായി, NDAയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം അവിടെ മത്സരിക്കുകയാണ്. ഈ പ്രജ്വൽ രേവണ്ണ എന്നു പേരുള്ള ഈ യുവാവിൻ്റെ ലൈംഗിക പീഡന ടേപ്പുകൾ കർണാടകത്തിലെ എമ്പാടും അത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 200ഓളം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്ത പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണം നടത്തി എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരോ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരോ യാതൊരു നടപടിയും ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ എടുത്തില്ല. അയാൾ തെരഞ്ഞെടുപ്പിന് ശേഷം ജർമ്മനിയിലേക്ക് കടന്നു. ഒരു എയർപോർട്ടിലും അയാൾ തടഞ്ഞു വെക്കപ്പെട്ടില്ല. കേൾക്കുന്നവർക്ക് അവിശ്വസനീയമായിരിക്കും പ്രജ്വൽ രേവണ്ണ എന്ന 34-കാരൻ്റെ ലൈംഗിക പരാക്രമങ്ങൾ. ആള് നിസ്സാരനല്ല. JDS നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച്.ഡി. ദേവഗൗഡയുടെ കൊച്ചുമകൻ, കർണാടക മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ സഹോദരന്റെ മകൻ. തീർന്നില്ല. 2019 വിജയിച്ച് MP ആയപ്പോൾ വയസ്സ് കേവലം 29 മാത്രം. ഈ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഹാസനിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥിയാണ് പ്രജ്വൽ രേവണ്ണ. ഇയാളുടെ ലൈംഗിക പീഡനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കർണാടകയിൽ തലങ്ങും വിലങ്ങും പ്രചരിക്കുകയാണ്. 9 പെൻഡ്രൈവുകളിലായി 2500ഓളം വീഡിയോ ദൃശ്യങ്ങളാണ് ഇയാൾ സൂക്ഷിച്ചിരുന്നത്. ഇതിൽ ഒരുപാട് വീഡിയോകൾ ലീക്കായി സമൂഹത്തിലെമ്പാടും പ്രചരിക്കുന്നുണ്ട്. 200ഓളം സ്ത്രീകളാണ് ഇയാളുടെ പീഡനത്തിന് ഇരയായത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, MP എന്ന നിലയിൽ ഇയാളുടെ അടുത്തേക്ക് വരേണ്ടി വന്ന സ്ത്രീകളാണ് ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടത്. അതിൽ സ്വന്തം പാർട്ടിക്കാരുണ്ട്, പാർട്ടി പ്രവർത്തകരുടെ ഭാര്യമാരും സഹോദരിമാരും മക്കളുമുണ്ട്, പൊതുജനങ്ങളുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, സാധാരണ വീട്ടമ്മമാരുണ്ട്. സമൂഹത്തിന്റെ നാനാ തുറയിൽ നിന്നുള്ള 200ഓളം സ്ത്രീകളാണ് ഇയാളുടെ വീഡിയോ റെക്കോർഡിങ്ങിൽപ്പെട്ട് കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹാസനിൽ പ്രചരിക്കുന്നുണ്ടെന്ന വിവരം BJP നേതാക്കൾ തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് JDS BJPയുമായി സഖ്യത്തിന് മുൻകൈയെടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. BJP ആകട്ടെ പ്രജ്വലിനെ കുറിച്ച് പുറത്തുവന്ന വിവരങ്ങൾ കാര്യമാക്കാതെ തന്നെ JDSുമായി സഖ്യത്തിലേർപ്പെട്ടു. പ്രധാനമന്ത്രി തന്നെ പ്രജ്വലിനു വേണ്ടി ഹാസനിൽ പ്രചാരണം നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ ശേഷം സുരക്ഷിതനായി പ്രജ്വൽ ജർമ്മനിയിലേക്ക് മുങ്ങി. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം ഉയരുന്നു. ഇയാളുടെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നു എന്ന് നേരത്തെ തന്നെ പല കേന്ദ്രങ്ങളും കോൺഗ്രസ് നേതൃത്വത്തെയും BJP നേതൃത്വത്തെയും അറിയിച്ചിരുന്നു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് വീഡിയോകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്ന് പ്രാദേശിക BJP നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങളുള്ള പെൻഡ്രൈവ് ശിവകുമാറിന് കൈമാറിയിരുന്നുവെന്ന് പ്രാദേശിക BJP നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയായിട്ടും പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തയ്യാറായില്ല. ഇയാൾക്ക് ജർമ്മനിയിലേക്ക് സുരക്ഷിതമായി പോകാനുള്ള എല്ലാ സൗകര്യവും ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുക്കിക്കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും കർണാടകയിലെ പ്രബല കുടുംബത്തിലെ പ്രബലനായ യുവാവിന് സംരക്ഷണം ഒരുക്കാൻ കോൺഗ്രസും BJPയും എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. അപമാനിക്കപ്പെട്ട സ്ത്രീത്വം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ വേദിയിൽ ബലിയാടായി മാറുന്നു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എന്നത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സർക്കാർ എടുത്ത ഏക നടപടി. കേന്ദ്രം ഭരിക്കുന്ന BJPക്കാകട്ടെ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. മന്ത്രി സ്മൃതി ഇറാനിയും ദേശീയ വനിതാ കമ്മീഷനുമെല്ലാം ഉറക്കത്തിലാണ്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.